ചേട്ടൻ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ചേട്ടാ, ചടങ്ങ് നടക്കട്ടെ, ബാക്കി പിന്നെ നോക്കാം. മോനെ ശക്തി, സുഖമാണോ? എന്തുകൊണ്ട് ചേട്ടാ, സുഖം തന്നെയല്ലേ? ഇപ്പോഴാ നിന്റെ വീട്ടിൽ നിന്ന് വരുന്നത്. ഇതെന്റെ വീട് പോലെയല്ലേ? 108 വിഭവങ്ങൾ കൊണ്ട് ഗംഭീരമാക്കണം. സദ്യ കൊണ്ടിട്ട് ഒരു കുറവും പറയരുത്. എന്തായി പറയുന്നേ? നിന്റെ അനിയത്തിയുടെ കല്യാണത്തെ കുറിച്ച്. അനിയത്തിയുടെ കല്യാണമാണെന്നോ? അമ്മേ. എന്താ മോനെ? ഒന്നുമില്ലമ്മേ, വഴി വെച്ച് ശ്രീനിവാസേട്ടനെ കണ്ടായിരുന്നു. നന്നായിട്ട് പാചകം ചെയ്യുമല്ലേ അമ്മേ? വേറെ എന്താ അമ്മേ വിശേഷം? സുഖം തന്നെയല്ലേ അമ്മേ? എന്നാ വെച്ചേക്കട്ടെ. വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? അനിയത്തിയുടെ കല്യാണം ആരോ മോനോട് പറഞ്ഞിട്ട് അവൻ വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. അവൻ എത്ര വിഷമം ഉണ്ടായിരിക്കുമെന്നേ, നേരിച്ചാകും. അതുകൊണ്ട് തന്നെ എനിക്ക് ആളുകളെ വെച്ച് കൊല്ലാനും അറിയാം, ഒറ്റയ്ക്ക് നിന്ന് നേരിടാനും അറിയാം. ഇപ്പോഴും പ്രശ്നമില്ല. കല്യാണത്തിന് ഞാൻ തന്നെ വിളിക്കാം. സന്തോഷത്തോടെ അവൻ വന്നോട്ടെ. പോലീസായിട്ടല്ല, ശക്തിയായിട്ട്. എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പഴയ ശക്തിയായിട്ട് വരണം. അവൻ വരുമോ? നീ പറ, ഞാൻ വിളിക്കാം. അതെ. ഏയ്, ശിവൻ ഒരു തീരുമാനമെടുത്താൽ എല്ലാം അവസാനിച്ചെന്നർത്ഥം. അനിയത്തിയുടെ കല്യാണം, നമുക്ക് പോവണ്ടേ? ഇത് കൊള്ളാമല്ലോ, അവനെ പോലും വിളിച്ചിട്ടില്ല. മഹാലക്ഷ്മി എന്നെ വിളിക്കും. 28 ഘട്ടനാ വിളിക്കുന്നേ. അവള് നിന്നെ വിളിക്കുമെന്ന് എനിക്കൊരിക്കലും വിശ്വാസമില്ല. എന്റെ അനിയത്തി എന്നെ വിളിക്കാതിരിക്കില്ല. മോളെ, അമ്മേ, നിന്റെ അച്ഛനോട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. ചേട്ടനില്ലാതെ എങ്ങനെയാടി? നീയെന്ന് വെച്ച അവന് ജീവനല്ലേ? നീയൊന്ന് വിളിച്ചാൽ അവൻ ഓടിയെത്തും. അമ്മേ, എനിക്ക് എന്റെ അച്ഛനാണ് പ്രധാനം. എന്റെ മകൾക്ക് ഞാൻ തന്നെ മതി. നിനക്ക് വലുതാരാന്ന് വെച്ചാൽ നീ തീരുമാനിക്കേ. മുഹൂർത്തമായി മേളം മുഴങ്ങട്ടെ. നമസ്കാരം. സുഖമല്ലേ? നിങ്ങൾ എന്നടേ കാണിക്കുന്നത്? അങ്ങോട്ട് ചെന്നട്ടെ. വിശിഷ്ട അതിഥികൾ ഇരിക്കുന്നിടത്ത് സാധാരണക്കാരെ വിടരുതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങോട്ട് പോയിരിക്കും. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വായിച്ചില്ലായിരുന്നു. ഏസിക്കാത്തിരുന്നാലേ തനിക്ക് ചോറിറങ്ങുള്ളില്ലേ? മര്യാദയ്ക്ക് അവിടെ പോയി. നമസ്കാരം. ശക്തി, ശക്തി, മോനെ ശക്തി, ഇത് നമ്മുടെ വീട്ടിലെ കല്യാണമല്ലടാ, നിന്റെ അനിയത്തിയുടെ കല്യാണം. എഴുന്നേക്കടാ, എഴുന്നേക്ക്. അയ്യോ, ഏതോ ഒരുത്തരെ പോലെ വന്നിരുന്ന് കഴിക്കുന്ന കണ്ടില്ലേ? അയ്യോ, ഇവിടുന്ന് എഴുന്നേക്ക് ശക്തി. ചേച്ചി, അങ്ങോട്ട് നോക്കിയേ. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് ഒരു അനാഥനെ പോലെ അവൻ കഴിക്കുന്ന കണ്ടില്ലേ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു അറിയാവോ? എനിക്കിതൊന്നും കാണാൻ വയ്യ ചേച്ചി.
ബന്ധുമിത്രാദികളെ വേണം ചെന്ന് വിളിക്കുവാൻ. സ്വന്തം ചേട്ടനെ എന്തിനാ? എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് ഒരു പിടി ചോറുണ്ണാതെ ഞാൻ പോകുമേ. കരയണ്ട. ആ ചേട്ടനകത്തുണ്ട്. ആള് വലിയ സന്തോഷത്തില. കല്യാണത്തിന് വന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ എന്ത് നടന്നാലും അവന്റെ നേതൃത്വത്തിലല്ലേ നടക്കുന്നത്. വേഗം വന്ന് അനുഗ്രഹം മേടിക്കേ. അതെ, ചെറുക്കനും പെണ്ണ് ഇതാ വന്നിരിക്കുന്നു. നിങ്ങൾ ആ കാലിലേക്ക് വീണ് വേഗം അനുഗ്രഹം വാങ്ങിക്കേ. എന്താ ഇത്? എന്തിനാ ചവിട്ടിയത്? ഞാൻ അനുവാദം വാങ്ങിച്ചിട്ടല്ലേ കല്യാണം കഴിച്ചേ. വേണ്ട. 10 വർഷം മുമ്പുള്ള പക എങ്ങനെ തീർക്കുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. നീ അകത്ത് വെച്ചെന്താ പറഞ്ഞത്? കാല് പിടിക്കാനും ഞാൻ. എങ്കിലിപ്പ പിടിക്കേ. വീട്ടുകാരുടെ മുമ്പില് ശിവനെ അറിയില്ലെങ്കിൽ പോലും ഒരുത്തനും എതിർക്കരുത്. ഞാൻ ശിക്ഷിച്ചാൽ ജീവനുണ്ടാവില്ല, ക്ഷമിച്ചാൽ ശ്വാസമെങ്കിലും ബാക്കിയുണ്ടാവും. ഞാൻ ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇവളെ കെട്ടിക്കൊണ്ട് വാടാന്ന് പറഞ്ഞത് ഇവളെന്റെ കാല് പിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇവളുടെ തന്ത വന്ന് എന്റെ കാല് പിടിക്കണം. വിളിക്കടി നിന്റെ തന്തയെ. വിളിക്കില്ല. വിളിക്കടി. ആ ചേട്ടാ വന്നു. വരാൻ പറയടാ കിളവനോട്. വന്ന ആളൊരു കിളവനല്ല ചേട്ടാ. ആർക്കാടി നീ ഫോൺ ചെയ്തത്? നിന്റെ തന്ത വന്നില്ലേടി? വന്നിരിക്കുന്നത് എന്റെ തന്തയല്ല, നിങ്ങളുടെ തന്തയാ. ആരാണെന്ന് നോക്കടാ. ഇവൻ ഏതാടി? എന്റെ ചേട്ടൻ. വിളിക്കാതെ എന്റെ കല്യാണത്തിന് വന്നവനാ. എന്റെ ഒരു പ്രശ്നത്തിന് വിളിച്ചാ എന്നോട് ക്ഷമിക്കണം ചേട്ടാ. എനിക്ക് എന്റെ ചേട്ടനാണ് വന്നത്. ഇവളുടെ പൊന്നാങ്ങളെങ്കിൽ എത്തിയല്ലോ. ഇവനെ അടിച്ചിട്ടിട്ട് ഇവന്റെ തന്തയോട് വരാൻ പറയണം.
ആരെങ്കിലും ചത്താൽ കരയാറുണ്ട്. എന്റെ അനിയത്തി കരഞ്ഞ ചാകൂടാ. എന്റെ അനിയത്തിയുടെ ചേട്ടനായിട്ടാ ഞാൻ ഇവിടേക്ക് വന്ന, ഒരു പോലീസായിട്ടല്ല. ഇനി എന്റെ അനിയത്തിയുടെ ദേഹത്ത് കൈവച്ചെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ഒരു ബുള്ളറ്റ് പോലും ഞാൻ പാഴാക്കില്ല. ഇനി തെറ്റ് ആവർത്തിക്കരുത്. വേണ്ട വേണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ, കണ്ടില്ലേ? ചെയ്ത തെറ്റിന്റെ ഫലം മകൾ അനുഭവിക്കുക, എന്റെ അനിയത്തി അനുഭവിക്കുന്നേ. അവൾ എന്റെ മോള്, ഞാൻ അവളുടെ അച്ഛൻ. ഇതെന്റെ കുടുംബ പ്രശ്നമാ. നീ ആര്? നീ ആരടാ? അച്ഛാ, അച്ഛാ, ചേട്ടൻ. ഒരബദ്ധം പറ്റിപ്പോയതാ, ഇനി ഇങ്ങനെ സംഭവിക്കില്ല.